ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളതെന്ന് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്? ഫസ്റ്റ് കാർഡ് 7 ഓഫ് വാണ്ട്സ് ആണ് വന്നിരിക്കുന്നത്. ഹൈ പ്രീസ്റ്റസ്, ഹൈ പ്രീസ്റ്റസ് വന്നിട്ടുണ്ട്. 9 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. 9 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ 2 ഓഫ് കപ്സ്, 3 ഓഫ് കപ്സ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, 10 ഓഫ് സ്വോർഡ്സ് ആൻഡ് ക്യൂൻ ഓഫ് സ്വോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് 4 ഓഫ് കപ്സ് ആണ്. ഒരുതരം മടുപ്പ് ഫീൽ ചെയ്യുന്നതാണ്. മടുപ്പ് എന്ന് വെച്ചാൽ അയ്യോ അയ്യേ എന്നുള്ളൊരു എനർജി. പ്ലസ് 4 ഓഫ് കപ്സ് എന്ന് വെച്ചാൽ നമ്മൾ എടുത്ത ചില തീരുമാനങ്ങളെ ഓർത്ത് നമുക്ക് റിഗ്രറ്റ് ചെയ്യും. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ തീരുമാനം എടുക്കണ്ടായിരുന്നു എന്നോർത്ത് നമ്മൾ തന്നെ റിഗ്രറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കുകയോ ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ ബോട്ടം ഓഫ് ദ ഡെക്കിൽ വന്നിരിക്കുന്നത് 4 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വന്നാലും അത് സ്വീകരിക്കാൻ പറ്റാത്ത വിധം നമ്മൾ മാനസികമായിട്ട് ഒരുക്കമില്ലാതിരിക്കത്തില്ല. ഇപ്പം നമ്മളൊരു റിലേഷൻഷിപ്പിൽ പെട്ടിട്ട് റിലേഷൻഷിപ്പിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരാളാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇനിയൊരു റിലേഷൻഷിപ്പ് വരുമ്പോഴും അവർക്ക് എന്ത് തോന്നും? ഒന്നുകൊണ്ട് തന്നെ ഞാൻ പെട്ടിരിക്കുവാണ്, ഇനി ഒന്നുകൂടെ എടുക്കാൻ വയ്യ എന്ന് തോന്നുന്ന ഒരു എനർജി ഇല്ലേ? അതാണ് 4 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നൊരു പുതിയ ഓഫർ വന്നാൽ അത് സ്വീകരിക്കണോ വേണ്ട എന്നൊരു കൺഫ്യൂഷൻ തോന്നുക, അല്ലെങ്കിൽ അതിനോടൊരു മടുപ്പ് തോന്നുക. അതാണ് 4 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് കാർഡ് 7 ഓഫ് വാണ്ട്സ് ആണ്. ഇത് ഒരുപാട് പ്രതിസന്ധികളോട് ഒറ്റയ്ക്ക് പൊരുതുന്ന ഒരാളാണ്. അപ്പം ഒരു ഒറ്റപ്പെട്ട പോലൊരു ഫീലിംഗ് തോന്നും. ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്നൊരു തോന്നൽ വരും. അതുപോലെ ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട്, ഇതിനെയൊക്കെ ഞാൻ എങ്ങനെ ഓവർകം ചെയ്യുമെന്നുള്ളൊരു നെഗറ്റീവ് തോട്ടിലിരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ തന്നെ നമ്മൾ ആ ചിന്തകളെ ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആണ്, ഞാൻ യൂണിവേഴ്സലി പ്രൊട്ടക്റ്റഡ് ആണ്, ഞാൻ പോസിറ്റീവായിട്ടിരിക്കുന്നു, എൻ്റെ എനർജി പ്രൊട്ടക്റ്റഡ് ആണ്, എനിക്ക് മുന്നേ വരുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായും സത്യസന്ധമായും എനിക്ക് ചെയ്യാൻ സാധിക്കും, സന്തോഷത്തോടെയും സമാധാനത്തോടെയും എനിക്കിരിക്കാൻ സാധിക്കുന്നു എന്ന് പോസിറ്റീവ് അഫർമേഷൻസ് പറയണം. ഈ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് നമ്മൾ ഒരിക്കൽ ചിന്തിച്ചു എന്ന് വിചാരിക്കുക, അത് വന്നു, നമ്മുടെ മനസ്സിൽ വന്നു, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു, നമ്മൾ അതിൻ്റെ ചിന്തിക്കാൻ ഒരു സമയം കൊടുത്താൽ വീണ്ടും അത്തരത്തിലുള്ള തോട്ട്സ് മാത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ അത് വീണ്ടും അതിലിങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് നമുക്ക് ഒരുമാതിരി കിളിവാറിയ അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ പോകരുത്. അങ്ങനെ നെഗറ്റീവായിട്ടുള്ള നമ്മുടെ വൈബ്രേഷൻ ലോ ആക്കുന്ന എന്ത് എനർജി വന്നാലും, എന്തൊരു തോട്ട് മനസ്സിലേക്ക് വന്നാലും ഉടനെ ആ ചിന്തയെ തന്നെ ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ പോസിറ്റീവ് അഫർമേഷൻ പറയണം. എനിക്ക് നന്നായിട്ട് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നതിന് നന്ദി, എനിക്ക് നല്ല ഹെൽത്ത് തന്നതിന് നന്ദി, എനിക്ക് നല്ല വെൽത്ത് തന്നതിന് നന്ദി, എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നതിന് നന്ദി, എനിക്ക് ഇപ്പോൾ കുറച്ചധികം ജോലി ചെയ്യാനുണ്ടെങ്കിൽ എനിക്കിത് സന്തോഷത്തോടു കൂടി ചെയ്ത് തീർക്കാൻ പറ്റുന്നതിന് നന്ദി. ഇപ്പം നമ്മൾ തന്നെ അത് ചെയ്യണം. നമ്മൾ സന്തോഷത്തോടെ ചെയ്താലും അതെല്ലാം പ്രാഗിക്കൊണ്ട് ചെയ്താലും നമ്മൾ തന്നെയാണ് അത് ചെയ്യേണ്ടതെങ്കിൽ നമ്മളത് സന്തോഷത്തോടു കൂടി ചെയ്യാൻ പറ്റുന്നതിന് നന്ദി എന്ന് പറയണം. കാരണം നമ്മൾ എന്തിനാണ് ഈ നെഗറ്റീവ് ചിന്തിച്ച് നമ്മുടെ എനർജി കളയുന്നത്? അപ്പോൾ അങ്ങനെ വരുമ്പോൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറഞ്ഞതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ ശ്രമിക്കണം. ദെൻ ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. ഒരു നിഗൂഢത നിങ്ങൾക്ക് മുമ്പിലേക്ക് വെളിവാകാൻ സാധ്യതയുണ്ട്. അതുപോലൊരു സ്പിരിച്വൽ ആയിട്ടുള്ളൊരു ലേഡി ഫിഗറിനെ കാണാൻ സാധ്യതയുണ്ട്, അവരിൽ നിന്നൊരു ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ വിചാരിച്ചതൊന്നും അല്ല സത്യം, അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ഉണ്ടായിരുന്നിട്ട് നിങ്ങൾ കാണാത്ത ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് വെളിപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ ചില ഇൻഡ്യൂഷൻസ്, പെട്ടെന്ന് നിങ്ങൾക്കൊരു തോന്നൽ വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നോക്കുമ്പോൾ അവിടെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഇൻഡ്യൂഷൻ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യും. നമുക്ക് പെട്ടെന്ന് അങ്ങനെയൊന്നും തോന്നുന്നതല്ല, പെട്ടെന്നൊരു തോന്നലിൽ നമ്മളൊരു കാര്യം ചെയ്യും, അത് കറക്റ്റ് ആവുകയും ചെയ്യും. അതാണ് ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ ഹൈലി ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കും. ഇതൊരു ഫീമെയിൽ സ്പിരിച്വൽ ഗുരുവാണ്. അപ്പോൾ ഒരു സ്പിരിച്വൽ പേഴ്സണെ മീറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം പഠിക്കാൻ പോകുന്നതാകാനും സാധ്യതയുണ്ട്. ഓക്കെ, ദെൻ 9 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് നിങ്ങൾ ചെയ്ത ഒരു പ്രവൃത്തിയുടെ ഫലം, അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഫലത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരിക്കും. ഒരു പ്രവൃത്തിയുടെ ഫലത്തിന് വേണ്ടിയിട്ട് ഫ്രൂട്ട് ഓഫ് ദ ലേബറാണ് നിങ്ങൾ ചെയ്തേക്കുന്ന പ്രവൃത്തിയുടെ ഫലം. അതായത് പണമായിരിക്കാം, ജോലിയുടെ കൂലിയായിരിക്കാം, ശമ്പളം വരുന്നുണ്ടായിരിക്കാം,
അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ ആയിരിക്കാം, നിങ്ങൾ വെയിറ്റ് ചെയ്ത പൈസ ആയിരിക്കാം, നിങ്ങൾ വെയിറ്റ് ചെയ്തൊരു സമൃദ്ധി ആയിരിക്കാം, അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നാണ് കേട്ടോ. അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്, സമൃദ്ധമായ ഒരു ദിവസമാണെന്നാണ് 9 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ലവിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ഡ്രസ്സ്, നല്ല കോസ്മെറ്റിക് ഐറ്റംസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങളെ കൊണ്ടൊരു യാത്ര പോകുന്നുണ്ടായിരിക്കും, നിങ്ങളെ കൊണ്ട് ഡ്രസ്സ് എടുക്കാൻ പോകുന്നുണ്ടായിരിക്കും. നിങ്ങളാണ് ഇന്നത്തെ നിങ്ങളുടെ മുതലാളിയും തൊഴിലാളിയും അല്ല. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെ ഹാപ്പി ആക്കി വെക്കുന്നു എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ഒരു വേൾഡ് കാർഡാണ്. അത് ഒരു കാർമിക് സൈക്കിൾ അല്ലെങ്കിൽ ഒരു സൈക്കിൾ എൻഡ് ആവുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്ത് തന്നെയായാലും അത് സക്സസ്സിലേക്ക് വരുന്നതായിട്ടും അത് കംപ്ലീറ്റ് ആവുന്നതായിട്ടും കാണുന്നുണ്ട്. അതൊരു സിറ്റുവേഷൻ്റെയോ ഒരു സൈക്കിളിൻ്റെയോ എൻഡ് ആയിരിക്കും. ചിലപ്പോൾ നിങ്ങളൊരു ലൂപ്പിലാണ് കിടക്കുന്നതെങ്കിൽ ആ ലൂപ്പ് എൻഡപ്പായി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതാണ് വേൾഡ് കാർഡ് കാണുന്നത് കേട്ടോ. പിന്നെ ഒരു ഡാൻസിങ് ലേഡി ആയിരിക്കും. ചുറ്റും പോകുന്ന ഇടങ്ങളിൽ നിങ്ങൾ ഇന്ന് എവിടെയെങ്കിലും ഒരു ഗ്യാതറിങ്ങിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യണം. പല രീതിയിലുള്ള ആളുകളാണ് ചുറ്റുമുള്ളത്. അപ്പോൾ അവർ നിങ്ങളുടെ എനർജി സ്ക്യൂസ് ഔട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ. എനർജി വാമ്പയേഴ്സ് ഒക്കെ ചുറ്റുമുണ്ട്. അവരിങ്ങനെ എനർജി സ്ക്യൂസ് ഔട്ട് ചെയ്യുക. അതുകൊണ്ട് പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണം പോകാൻ. ഐ ആം ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ സങ്കല്പിക്കുക, നിങ്ങളൊരു വെളുത്ത വെളിച്ചത്തിനകത്താണ് നിൽക്കുന്നത്. ആ വെളിച്ചം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. എല്ലാ നെഗറ്റീവ് എനർജിയിൽ നിന്നും നിങ്ങളെ യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു സങ്കല്പത്തിൽ വേണം നിങ്ങൾ പോകാൻ. ഐ ആം യൂണിവേഴ്സലി പ്രൊട്ടക്റ്റഡ്, ഐ ആം ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടും. ദെൻ 9 ഓഫ് കപ്പ് എന്ന് പറയുന്നത് കുറച്ച് പേര് മാസ്കുലൈൻ ആയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ഇത് വെള്ളമടി കമ്പനിയിലൊക്കെ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. അതല്ല, കുറച്ച് പേർക്ക് ഭയങ്കര മടി തോന്നാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യാനുണ്ടെങ്കിൽ മടിച്ച് രാവിലെ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ വൈകുന്നേരം വരെ വെച്ചിട്ട് പിന്നെ അത് കഷ്ടപ്പെട്ട് ചെയ്യും. രാവിലെയൊക്കെ ആണെങ്കിൽ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റും, അത് ചെയ്യത്തില്ല. തള്ളി വെച്ച് മടി കാരണം വെച്ച് അവസാനം അയ്യോ വല്ലച്ചാതി ഒന്ന് ചെയ്താൽ മതി എന്ന് വിചാരിച്ചിട്ട് അത് വല്ല വിധേന ഒന്ന് മടി കൊണ്ട് മാറ്റി വെച്ചിട്ട് കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് ഈ 9 ഓഫ് കപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ഒരു വൈകാരികമായിട്ട് ഒറ്റപ്പെട്ട പോലൊരു ഫീലിംഗ് തോന്നുക. പിന്നെ ചില കാര്യങ്ങൾ ഓർത്തിട്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷനൊക്കെ തോന്നും. നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഓർത്തിട്ട് സാറ്റിസ്ഫാക്ഷനൊക്കെ തോന്നും. പ്രത്യേകിച്ചും നിങ്ങൾ മാതാപിതാക്കളെയും കൊണ്ട് നിങ്ങളൊരു ട്രിപ്പ് പോകുന്നതായിരിക്കാം, മാതാപിതാക്കളോടൊപ്പം യാത്ര ചെയ്യുന്നതായിരിക്കാം, കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലെ പൈസ കൊണ്ട് മറ്റാർക്കെങ്കിലും ഒരു ഫേവർ ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്കൊരു ഹാപ്പിനെസ്, ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് തോന്നുമല്ലോ, അതാണ് കേട്ടോ. ദെൻ 2 ഓഫ് കപ്സ് ഒരു റീയൂണിയൻ്റെ കാർഡാണ്. രണ്ടാളുകൾ സെപ്പറേഷൻ നിൽക്കുന്ന രണ്ടാളുകൾ തമ്മിലൊരു റീയൂണിയൻ നടക്കാൻ സാധ്യതയുണ്ട്. മിക്കവാറും അതൊരു സോൾമേറ്റ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ സോൾമേറ്റ്സ് സെപ്പറേറ്റ് ആയിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു റീയൂണിയൻ പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. ദെൻ 3 ഓഫ് കപ്സ് ഒരു സെലിബ്രേഷൻ്റെ കാർഡാണ്, ഫ്രണ്ട്ഷിപ്പിൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങൾ പഴയ ഫ്രണ്ട്സിനെ കാണാനോ അവരുമായിട്ടൊരു ഗ്യാതറിങ്ങോ ട്രിപ്പോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വീണ്ടും കൊണ്ട് വെള്ളമൊഴി പാർട്ടിയുടെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ സെലിബ്രേഷൻ എന്തെങ്കിലും ഒരു ഗ്യാതറിങ്ങിൽ പങ്കെടുക്കുന്നുണ്ടാവാനും സാധ്യതയുണ്ട്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് ധാരാളം പണം നമ്മളിലേക്ക് വന്നു ചേരും. അതിനനുസരിച്ച് നമ്മൾ ഗ്രൗണ്ടഡ് ആയിരിക്കണം. നമ്മൾ എത്രത്തോളം നമുക്ക് നമ്മളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വന്ന് നിറയുന്നു അത്രത്തോളം നമ്മൾ വിനയത്തോടു കൂടി നിൽക്കുക. മറ്റുള്ളവർക്കും കൂടെ അനുഭവിക്കാനുള്ളതാണ് ദൈവം നമുക്ക് തന്നെ അനുഗ്രഹിക്കുന്നത്. അപ്പോൾ അതിലൊരു പങ്ക് മറ്റുള്ളവർക്കും കൂടെ കൊടുക്കാനുള്ളൊരു മനസ്സൊക്കെ നമുക്ക് ഉണ്ടാവണം. അതാണ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഗ്രൗണ്ടഡ് ആയിരിക്കണം, ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കണം, ഉദാരമനസ്കതയായിരിക്കണം, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി ഒക്കെ ഇന്ന ദിവസം വേണമെന്നൊക്കെയാണ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ധാരാളം പണം വന്ന് ചേരുമെന്ന് പറയുന്നുണ്ട്. ദെൻ 10 ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത് ചില ആളുകളെ സംബന്ധിച്ച് ഇന്ന് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പം ഈ ജോലിയൊക്കെ നഷ്ടപ്പെട്ടുവോ എന്ന് പേടിച്ചിരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ജോലി നഷ്ടപ്പെടുക, അതുപോലെ വീണ് പരിക്കേൽക്കുക, വീഴാതെയൊക്കെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. അതുപോലെ കത്തിയൊക്കെ എടുക്കുമ്പോഴേ അയ്യനൊക്കെ ആണെങ്കിലും കത്തിയൊക്കെ എടുക്കുമ്പോൾ ആയുധങ്ങളൊക്കെ എടുത്ത് വർക്ക് ചെയ്യുന്നവർ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ എന്തായാലും സർജറിയൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ ഇന്ന് ചിലപ്പോൾ സർജറിക്കൊക്കെ പോകുന്നുണ്ടായിരിക്കും, അതിനുശേഷം ഒന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ടായിരിക്കും. ആ ഒരു എനർജിയാണ്. പിന്നെ ചിലർക്ക് ഒരു ബാക്ക് സ്റ്റാബിങ്, പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ, അല്ലെങ്കിൽ നമ്മളൊട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇന്ന ആൾ ഇന്നത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നൊക്കെ ചിലപ്പോൾ നമുക്കെതിരെ സംസാരിക്കുന്നതൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ തോന്നാൻ സാധ്യതയുണ്ട് കേട്ടോ. റിലേഷൻഷിപ്പിൽ പെന്നോസോഡ് എന്ന് പറഞ്ഞൊരു എൻഡിങ് ആണ്, ഒരു പെയിൻഫുൾ എൻഡിങ് ആണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. പെയിൻഫുൾ എൻഡിങ് എന്ന് പറയുമ്പോൾ ആ ഒരു സൈക്കിൾ എൻ്റെ പൈ പോയിട്ട് പുതിയൊരു സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് സൂക്ഷിക്കണേ. പിന്നെ ക്വീൻ ഓഫ് സോർഡ്സ് പറയുന്നത് ഇമ്പാർഷ്യൽ ജഡ്ജ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ അൺബയസ്ഡ് ജഡ്ജ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു
പ്രശ്നമൊക്കെ പറ്റുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അകത്തൊരു ക്ലാരിറ്റി കാണത്തില്ല, എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ല. നമ്മൾ മറ്റുള്ളവരോട് ചോദിച്ചിട്ടായിരിക്കും കാര്യങ്ങൾ അറിയുന്നത്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസോ ഫസ്റ്റ് ഹാൻഡ് നോളജോ ഉള്ളവരല്ല. അപ്പോൾ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കൂടുതൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തതിന് ശേഷം മാത്രമേ പ്രശ്നപരിഹാരത്തിലേക്ക് പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മുറി അറിവും വെച്ചിട്ട് പോയാൽ മറ്റ് ബന്ധങ്ങൾ നമുക്ക് ശിഥിലമായി പോകും. അതുകൊണ്ട് ക്ലാരിറ്റി കിട്ടിയതിന് ശേഷം മാത്രമേ മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ ഇടപെടാൻ പോകാവുള്ളൂ. അതുപോലെ നമ്മൾ മറ്റുള്ളവരോട് കലഹിച്ച് വഴക്കുണ്ടാക്കാനും തട്ടിക്കയറാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അത് ഫെമിനിൻ എനർജി ആണെങ്കിലും ശരി, മാസ്കുലൈൻ ആണെങ്കിലും ശരി. ഇനി നമ്മുടെ അടുത്തേക്കോ ആളുകൾ ചോദ്യം ചെയ്യാൻ, നമ്മളെയും ആളുകൾ ചോദ്യം ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് കേട്ടോ. നമ്മൾ പോയി ആരെങ്കിലും ചോദ്യം ചെയ്യുന്നതാകാനും സാധ്യതയുണ്ട്. പോയിട്ട് നമുക്ക് തരാനുള്ള പൈസ തരാൻ ചോദിക്കുന്നതോ ജോലിയുടെ കാര്യം ചോദിക്കുന്നതോ, അതായത് കാർക്കശ്യത്തോടുകൂടി സംസാരിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചോദിച്ച് വാങ്ങിക്കുന്ന ഒരു കാര്യമാണ് ഈ ക്വീൻ ഓഫ് സോഡ് എന്ന് പറയുന്നത്. ഓൾറെഡി 4 ഓഫ് കപ്സ് പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നല്ല ഇടിയും മഴയും പെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നാട്ടിൽ മഴയൊക്കെ പെയ്യുന്നുണ്ടോ ഗൈസ്? ചൂടിനൊക്കെ ഒരു ആശ്വാസമായോ? ചൂടൊക്കെ കുറഞ്ഞോ? മഴയൊക്കെ കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? കണ്ടോ, ഇടി വെക്കുന്നുണ്ടോ? ഇടി വെട്ടുന്ന വെച്ചാൽ കിട്ടുന്നുണ്ടോ? ഇവിടെ നല്ല ഇടി വെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യേണ്ട. ജനറൽ റീഡിംഗ് ആണ്, എല്ലാം നിങ്ങൾക്ക് ബാധകമല്ല. അതുകൊണ്ട് പോസിറ്റീവ് മാത്രം എനിക്ക് മതി എന്നുള്ളത് പോലെ അത് മാത്രം എടുക്കുക. ബാക്കിയെല്ലാം വേറെ ആർക്കും ഉള്ളതാണെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ ചിന്തിക്കുക, നല്ല പോസിറ്റീവായിട്ടിരിക്കുക, നല്ല വൈബ്രേഷനിലിരിക്കുക. ഒരു കാരണവശാലും മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞോ കുറവ് പറഞ്ഞോ കൊതിയെന്നോണയും പറഞ്ഞോ ഒന്നും നെഗറ്റിവിറ്റീനെ അട്രാക്റ്റ് ചെയ്ത് വെക്കരുത്, കർമ്മ എടുത്ത് വെക്കരുത്. പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ചിരിക്കുക, പറ്റുമെങ്കിൽ ഡാൻസ് കളിക്കുക, വൈബ്രേഷൻ ഉയർത്തി വെക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.